ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 വിജയകരമായി വിക്ഷേപിച്ച് ISRO. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീ പുരുഷ തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. വായനയിലൂടെ കേരള സമൂഹം ആർജിച്ച മുന്നേറ്റത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3ാം T20യിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ISRO വിജയകരമായി വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. LVM-3 M5 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. മൾട്ടി ബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-03 അഥവാ GSAT-7R. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീ പുരുഷ തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിദ്വാറിലെ പതഞ്ജലി സർവകലാശാലയുടെ 2ാം ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച് പെൺകുട്ടികൾ രാജ്യത്തിന്റെ യശസ് ഉയർത്തുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഡെറാഡൂണിലെ രാജ്പൂർ റോഡിലെ നടപ്പാത ഉദ്ഘാടനം ചെയ്ത ശ്രീമതി മുർമു അന്താരാഷ്ട്ര സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരുമായി ഇന്ന് രാഷ്ട്രപതി നികേതനിൽ സംവദിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തരാഖണ്ഡിലെത്തിയ ശ്രീമതി മുർമു നാളെയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനമാണ് ഇത്. നാളെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. കൊല്ലം നഗരത്തിൽ ഗതാഗതത്തിനും പാർക്കിങ്ങിനും പോലീസ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ആശ്രമ മൈതാനത്തെ ഹെലിപാഡിലും പൊതുപരിപാടി നടക്കുന്ന ഫാത്തിമ മാതാ നാഷണൽ കോളേജിലും യോഗം നടക്കുന്ന ഹോട്ടലിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇവിടങ്ങളിൽ നിരീക്ഷണത്തിനായി പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഹെലിപാഡിന് പുറത്ത് സുരക്ഷിത അകലം ഉറപ്പാക്കുന്നതിന് താൽക്കാലിക വേലി നിർമ്മിച്ചു. മൈതാനത്ത് ഹെലിപാഡിന് സമീപം മഴവെള്ളം കെട്ടുമായിരുന്ന താഴ്ന്ന സ്ഥലങ്ങൾ മണ്ണിട്ട് നികത്തി. ഉപരാഷ്ട്രപതി സഞ്ചരിക്കുന്ന വഴികളും വൃത്തിയാക്കി. ഹെലിപാഡിൽ നിന്നും കോളേജിലേക്കുള്ള ഉപരാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിന്റെ യാത്രയുടെ ട്രയൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. കൊല്ലം നഗരത്തിൽ ഗതാഗതത്തിനും പാർക്കിങ്ങിനും പോലീസ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യുന്ന ഫാത്തിമ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷ ചടങ്ങിലേക്ക് പൊതുജനങ്ങളുടെ പ്രവേശനം പാസ് മുഖേനയാണ്. ചിന്തകളെ പരിപോഷിപ്പിക്കുകയും വ്യക്തികളെയും സമൂഹത്തെയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഇടമാണ് ഗ്രന്ഥശാലകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നതിന് തിരുവനന്തപുരത്ത് PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധികാരിക വിവരങ്ങൾ ലഭിക്കാൻ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വിജ്ഞാന കേന്ദ്രങ്ങളായി ഗ്രന്ഥശാലകൾ നിലകൊള്ളുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. വായനയിലൂടെ കേരള സമൂഹം ആർജിച്ച മുന്നേറ്റത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PN പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹത്തെ ശാക്തീകരിക്കുന്ന ഗ്രന്ഥശാലകൾ എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്ന പൊതുവേദികളാണ് കേരളത്തിലെ വായനശാലകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ തിരയിൽപ്പെട്ട് കർണാടക സ്വദേശികളായ 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. ബംഗളൂരുവിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ അഫ്നാൻ അഹമ്മദ്, മുഹമ്മദ് റഹാനുദ്ദീൻ, മുഹമ്മദ് അഫ്രോസ് എന്നിവരാണ് മരിച്ചത്. ബീച്ചിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥികൾ തിരയിൽപ്പെടുകയായിരുന്നു. 8-അംഗ സംഘമാണ് കുളിക്കാൻ ഇറങ്ങിയത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് പദ്ധതിയുടെ ഭാഗമായി 58 കൌണ്ടറുകൾ കൂടി ആരംഭിച്ചു. പുതിയ കൌണ്ടറുകളുടെ പ്രഖ്യാപനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇതോടെ ആകെ കാരുണ്യസ്പർശം കൌണ്ടറുകൾ 72ആയി. KMSCL ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാരുണ്യസ്പർശം കൌണ്ടറുകൾ മുഖേന ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിലെ +1, +2 വിദ്യാർത്ഥിനികൾക്കായുള്ള HPV വാക്സിനേഷൻ പദ്ധതി നാളെ ആരംഭിക്കും. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 377.8 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 10 ജില്ലകളിലെ 82 റോഡുകൾക്കാണ് തുക അനുവദിച്ചത്. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട ഈ മാസം 16-നാണ് തുറക്കുക. ദ്വീപ് ഉത്സവ് രാഷ്ട്രീയ ഗൌരവ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ലക്ഷദ്വീപ് NCC റാലിക്ക് കവരത്തി ദ്വീപിൽ തുടക്കമായി. ലക്ഷദ്വീപ് നാവിക NCC യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ കമാൻഡർ ഫാബിയോ ജോസഫാണ് 9 ദ്വീപുകളിലൂടെ 20 ദിവസം നീളുന്ന റാലി നയിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ NCC കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ADG മേജർ ജനറൽ രമേശ് ഷൺമുഖം, എറണാകുളം ഗ്രൂപ്പ് കമാൻഡർ കോമഡോർ ജോസ് വികാസ് എന്നിവർ പങ്കെടുത്തു. ആഭ്യന്തര വകുപ്പിന്റെ വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ നാളെ കണ്ണൂരിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി CT രവികുമാർ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നിയമപരിപാലനവും ക്രമസമാധാന സംരക്ഷണവും, കുറ്റാന്വേഷണം, ഫോറൻസിക് ശിക്ഷാ നടപടികളുടെ നവീകരണം, പൊതുജന സുരക്ഷയും അടിയന്തര ഘട്ടങ്ങളിലെ ദ്രുത പ്രതികരണവും, മനുഷ്യവിഭവശേഷി ക്രമീകരണവും, അടിസ്ഥാന സൌകര്യങ്ങളുടെ മെച്ചപ്പെട്ട ഉപയോഗവും, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദുർബല വിഭാഗങ്ങൾക്കുമുള്ള മികച്ച പരിരക്ഷ, ലഹരി, സൈബർ, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ, അഗ്നിശമന രക്ഷാപ്രവർത്തനങ്ങൾ, ജയിൽ നിയമങ്ങളുടെ പരിഷ്കരണം എന്നിവയാണ് സെമിനാറിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ആഭ്യന്തരം വിജിലൻസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ കഴിഞ്ഞ 10 വർഷത്തെ ആഭ്യന്തര വകുപ്പിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കും. വൈകിട്ട് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓസ്ട്രേലിയക്കെതിരായ 3-ാം T20-യിൽ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ഓസീസ് ഉയർത്തിയ 187 റൺസ് വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ 9 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. ജയത്തോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഓസീസിന് ഒപ്പമെത്തി. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചപ്പോൾ 2ാം മത്സരം ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ പോരാട്ടം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിൽ നടക്കുന്ന മത്സരം മഴയെ തുടർന്ന് വൈകിയാണ് ആരംഭിച്ചത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 25 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺ നേടി. ഇടുക്കി പീരുമേടിന് സമീപം തോട്ടിലെ കയത്തിൽ അകപ്പെട്ട് വിനോദസഞ്ചാരി മരിച്ചു. ഹരിപ്പാട് സ്വദേശി മഹേഷാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ മഹേഷ് തോട്ടിലിറങ്ങിയപ്പോൾ കയത്തിൽ അകപ്പെടുകയായിരുന്നു. സർദാർ അറ്റ് 150 ഏകതാ പദയാത്രയുടെ ഭാഗമായുള്ള പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പദയാത്ര നാളെ VK ശ്രീകണ്ഠൻ MP പാലക്കാട് കോട്ടമൈതാനത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. NCC, NSS തുടങ്ങിയവയിലെ വിദ്യാർത്ഥികളും യുവജന ക്ലബ് പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. ഡോക്ടർ പൽപുവിന്റെ 162ാമത് ജന്മദിന സമ്മേളനം തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KG ബാബുരാജിന് പൽപു ഫൌണ്ടേഷൻ പുരസ്കാരം മന്ത്രി V ശിവൻകുട്ടി സമ്മാനിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് സ്വകാര്യ ചാനലിനെതിരെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ വക്കീൽ നോട്ടീസ് അയച്ചു. 8 പേർക്കെതിരെ 80 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണം വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി വിലയിരുത്തൽ. സ്റ്റേഷനറി വസ്തുക്കളുടെ നികുതി ഗണ്യമായി കുറച്ചിട്ടുണ്ട്. നോട്ട്ബുക്കുകൾ, പെൻസിലുകൾ, ഷാർപ്പനറുകൾ, ഗ്രാഫ് പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് അവശ്യ പഠന ഉപകരണങ്ങളുടെ വില കുറയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 വിജയകരമായി വിക്ഷേപിച്ച് ISRO. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീ പുരുഷ തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. വായനയിലൂടെ കേരള സമൂഹം ആർജിച്ച മുന്നേറ്റത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3-ാം T20-യിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.